അതായത് ഈ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ ഒഫീഷ്യൽ ഹാൻഡിൽ നിന്ന് ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശ രാജ്യങ്ങളിൽ പോയപ്പോഴുള്ള 2 ദൃശ്യങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് ഈ പ്രചരണം. മൻമോഹൻ സിംഗ് വിദേശ നേതാക്കൾക്കൊപ്പം ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് അതിൻ്റെ നടുക്ക് നിൽക്കുന്നതായിട്ടും, എന്നാൽ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി G7 ഉച്ചകോടിക്ക് പോയ സമയത്ത് അദ്ദേഹത്തെ നേതാക്കൾ അവഗണിച്ചു, വശങ്ങളിലേക്ക് മാറ്റി നിർത്തി, ഇങ്ങനെയൊക്കെയാണ് കോൺഗ്രസ് പ്രചരിപ്പിക്കുന്ന വീഡിയോയിലൂടെ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നത്. സത്യത്തിൽ ഇത് കാണുന്ന സമയത്ത് കോൺഗ്രസ്സുകാരോട് ഒരു ചോദ്യമേ ചോദിക്കാനുള്ളൂ. നിങ്ങൾ ഈ മണ്ടന്മാരാണെന്ന് കരുതി നാട്ടിലെ ജനങ്ങളെല്ലാം വെറും പൊട്ടന്മാരാണെന്ന് നിങ്ങൾ കരുതരുത്. ആദ്യം കോൺഗ്രസ് കാണിച്ച ഈ വീഡിയോ, അതായത് മൻമോഹൻ സിംഗിൻ്റെ വീഡിയോ നമുക്കൊന്ന് നോക്കാം. അത് ഇന്ത്യ ഔദ്യോഗികമായിട്ടുള്ള ബ്രിക്സ് കൂട്ടായ്മയുടെ ഉച്ചകോടിയാണ്. ഇന്ത്യ, ബ്രസീൽ, ചൈന, റഷ്യ, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങൾ തുല്യ പങ്കാളിത്തത്തോടെ രൂപീകരിച്ച ഒന്നാണത്. അവിടെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യത്തിൻ്റെ ഈ ക്രമത്തിനനുസരിച്ചോ അല്ലെങ്കിൽ അക്ഷരമാല ക്രമത്തിലോ വരുന്ന രീതിയിൽ നേതാക്കൾ മിഡിലിൽ വരുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോട്ടോക്കോൾ മാത്രമാണ്. നരേന്ദ്രമോദി കഴിഞ്ഞ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ആ സമയത്തെ ഫോട്ടോകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേ പ്രോട്ടോക്കോളാണ് അന്ന് സ്വീകരിച്ചിരുന്നത് എന്ന് നമുക്ക് വ്യക്തമാവും. അതായത് ഇനി രണ്ടാമത്തെ വീഡിയോയിലേക്ക് വരാം. നരേന്ദ്രമോദി പങ്കെടുത്ത G7 ഉച്ചകോടി. ആദ്യമേ പറയട്ടെ, ഇന്ത്യ G7 ഒരു സ്ഥിരം അംഗമല്ല. ലോകത്തിലെ 7 വൻകിട വികസിത രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G7. എന്നാൽ ഇന്ത്യയുടെ ഇന്നത്തെ സ്വാധീനവും ആഗോളതലത്തിലുള്ള നരേന്ദ്രമോദി എന്ന നേതാവിൻ്റെ കരുത്തു മനസ്സിലാക്കിയിട്ട് ഇറ്റലിയാണ് ഇന്ത്യ അവിടേക്ക് പ്രത്യേക അതിഥിയായിട്ട്, അതായത് ഇൻവൈറ്റ് ആയിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. ഒരു അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ സ്ഥിരം അംഗങ്ങളായ രാഷ്ട്രത്തലവന്മാർക്ക് ഫോട്ടോ സെഷനിൽ ലഭിക്കുന്ന മുൻഗണനയും അതിഥികളായി എത്തുന്നവർക്ക് നൽകുന്ന സ്ഥാനവും തമ്മിൽ കൃത്യമായ പ്രോട്ടോകോൾ വ്യത്യാസമുണ്ട്. ആ പ്രോട്ടോകോൾ മര്യാദയാണ് മോദി അവഗണിച്ചു, ഇന്ത്യ അവഗണിച്ചു എന്നൊക്കെ രീതിയിൽ കോൺഗ്രസ് ഇവിടെ വളച്ചൊടിക്കുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെയുള്ള വിഡ്ഢിത്തങ്ങൾ പടച്ചിടുന്ന സമയത്ത് അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യക്ക് ലഭിക്കുന്ന ആദരവ് എന്താണെന്ന് മനസ്സിലാക്കാൻ നരേന്ദ്രമോദി ചെന്നെത്തുന്ന രാജ്യങ്ങളിലെല്ലാം അദ്ദേഹത്തിന് ലഭിക്കുന്ന പരമോന്നത ബഹുമതികൾ മാത്രം ഒരു ഉദാഹരണമായി കണ്ടാൽ മതി. ഒരു അന്താരാഷ്ട്ര കൂട്ടായ്മ എന്താണെന്നോ അതിൻ്റെ പ്രോട്ടോകോൾ എന്താണെന്നോ ഉള്ള അടിസ്ഥാന വിവരം പോലും ഇല്ലാതെയാണ് ഇവർ ഈ വ്യാജ വീഡിയോകൾ പ്രചരണം നടത്തുന്നത്. ആന ഏതാ ചേന ഏതാന്നറിയാത്ത ഇവരാണ് നാളെ രാജ്യം ഭരിക്കാൻ ഇറങ്ങുന്നത് എന്ന് പറയുന്നതാണ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശ.